എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഞാൻ ഇന്ന് ട്രിവാൻഡ്രം തൊട്ട് ദുബായ് വരെ ഞങ്ങളുടെ മമ്മിയുടെ കൂടെയുള്ളൊരു യാത്രയെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും ആരുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാറില്ല. ഇന്ന് നിങ്ങളോട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ തിരിച്ച് ദുബായിക്ക് പോകുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും വീഡിയോ കാണിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇത് ഞങ്ങളുടെ മമ്മിയാണ്. മമ്മി ഞങ്ങൾ ദുബായിലോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും എനിക്ക് 2 ആൺമക്കളുമാണുള്ളത്. ഞങ്ങൾ ഷാർജയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ പെട്ടെന്ന് നാട്ടിൽ വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാനിടയായി തീർന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് നാട്ടിൽ എമർജൻസി കടന്നു വരേണ്ടി വന്നു. നാട്ടിൽ പപ്പയും മമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പപ്പയുടെ മരണശേഷം മമ്മിക്ക് പെട്ടെന്ന് അതൊരു ഷോക്കായിരുന്നുകൊണ്ടും മമ്മി ഒറ്റയ്ക്ക് വീട്ടിലേക്കോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടും മമ്മീനെ ഞങ്ങൾ 2 മാസത്തേക്ക് വിസിറ്റിങ്ങിന് ഞങ്ങൾ ഷാർജയിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മമ്മിയുടെ കൂടെയുള്ള ഞങ്ങളുടെ യാത്രയാണിത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഫേസ്ബുക്ക് റാപ്പ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ചക്കപ്പഴമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ദുബായിക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതൊരു വെളിച്ചെണ്ണയൊക്കെ ഉണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ടല്ലോ, കാർട്ടനൊക്കെ അങ്ങ് നനയാനിടയായി തീരും. ഇതുപോലെ റാപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒട്ടും പുറത്ത് പോകത്തില്ല. അപ്പോൾ നല്ല സുരക്ഷിതമായിട്ട് നമുക്കത് എത്തിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ 2 കാർട്ടൺ ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഷാർജയ്ക്ക് ചക്കപ്പഴം കൊണ്ടുപോയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഇങ്ങനെ പൊളിച്ച് അതിലേക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ചക്കച്ചോള എടുത്ത് സിപ്ലോ കവറിൽ ഒരു ദിവസം ഫുള്ള് ഐസാകാൻ വെച്ചു. അങ്ങനെ ഐസായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പേ ആയിട്ട് ഇത് ലഗേജിലെടുത്ത് വെക്കാവുന്നതാണ്. നല്ലതായിട്ട് കവർ ചെയ്തിട്ട് എടുത്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ നല്ലതായിട്ട് വെള്ളം ഇറങ്ങും. ഞാൻ പറഞ്ഞില്ല, എമർജൻസി ഞങ്ങൾ വന്നത് കൊണ്ട് ഐസ് ബാഗ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഐസ് ബാഗ് ഉണ്ടെങ്കിൽ ഈ ഐസോട് കൂടി തന്നെ ഐസ് ബാഗിൻ്റെ അകത്ത് എടുത്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്കിത് സുരക്ഷിതമായിട്ട് നമുക്ക് ദുബായിക്ക് ഇത് കൊണ്ടുവരാവുന്നതാണ്. ഞാനിവിടെ കൊണ്ടുവന്ന് കേട്ടോ, ഒട്ടും ഇതിന് വെള്ളമൊന്നും ഇറങ്ങിയില്ല കേട്ടോ, നല്ലതായിട്ട് തന്നെ ഇരുന്നു. അത് ഞാൻ ലാസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെടുത്തപ്പോൾ എങ്ങനെ ഇരുന്നേന്നുള്ളത്. ഞങ്ങൾ പലപ്പോഴും നാട്ടിൽ പോകുന്നത് ഡിസംബർ ആകുമ്പോഴാണ്. ഡിസംബർ മാസത്തിൽ ചെല്ലുമ്പോൾ ചക്ക ഒന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല. ചക്ക എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കൊതിയാണ്. ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നത് കൊണ്ട് ചക്ക ഇഷ്ടം പോലെ കഴിക്കുവാനും, ചക്കയുടെ അലുവയാണെങ്കിൽ കുമ്പളയപ്പം, അതുപോലെ ചക്ക വേവിച്ചത്, ചക്കയുടെ പല വിഭവങ്ങളുണ്ടാക്കി കഴിക്കാനിടയായി തീർന്നു. അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി തീർന്നു. ഒരു കാർട്ടനും കൂടെ ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ആൾക്കാരുടെ മുമ്പിലുള്ളപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ചമ്മലാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഷേക്കും ഉണ്ട്, അതുപോലെ എടുത്തിരിക്കുന്നതൊന്നും റെഡി ആയിട്ടല്ല. ഇപ്പോൾ ഞങ്ങൾ ചെക്കിങ്ങിന് വേണ്ടി അകത്തോട്ട് പോവുകയാണ്. അന്നേരം വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എല്ലാം കട്ട് ചെയ്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പപ്പയുടെ മരണത്തോടനുബന്ധിച്ച് നാട്ടിൽ പോയതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോ കാണാൻ കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരൊന്നും എനിക്ക് വീഡിയോ കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്കതുപോലെ വീഡിയോ ഇടാനും കഴിഞ്ഞിട്ടില്ല. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനിയും പുറകാലെ എല്ലാവരും വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും, എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ ഇനിയും കാണണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പലപ്പോഴും മുന്നോട്ടുള്ള പോകാനുള്ള ഉത്തേജനം തരുന്നത്. ഇനി എൻ്റെ വീഡിയോ കാണണം. അതുപോലെ മമ്മി ഉള്ളത് കൊണ്ട് പഴയകാല വിഭവങ്ങളും ഞാനിനി യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ പോകുന്നത് എമിറേറ്റ്സ് ഫ്ലൈറ്റിനാണ്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോവുകയാണിപ്പോൾ. ഇവിടെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും അലൗഡല്ല. വീഡിയോ എടുക്കാനൊന്നും അവർ നമ്മൾ സമ്മതിക്കുകയില്ല കേട്ടോ. ഞങ്ങളെല്ലാം സീറ്റിലിരുന്ന് മമ്മിക്കകത്ത് കയറിയപ്പോൾ തന്നെ നല്ല തണുക്കെന്ന് പറഞ്ഞ് ബ്ലാങ്കറ്റൊക്കെ പുതച്ച് മമ്മി റെഡിയായിട്ട് അങ്ങിരിക്കുകയാണ്. കയറി കഴിഞ്ഞപ്പോഴേ കുഞ്ഞുങ്ങൾ TV വെച്ച് കാണാനങ്ങ് തുടങ്ങി. ഇതിൽ നമുക്കൊരു ബ്ലാങ്കറ്റ് കിട്ടും, അതുപോലെ ഹെഡ്സെറ്റ് കിട്ടും. TV കേൾക്കാനായിട്ടുള്ള സൗണ്ട് കേൾക്കാൻ വേണ്ടിയാണിത്. കിഡ്സ് മീലാണ് ആദ്യം വന്നത്. ഇളയ മോനാണ് ആദ്യം ഫുഡ് വന്നത്. ഞങ്ങൾ രാവിലെ 4:30 ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾക്കത് കിട്ടുന്നത്. ഇത് പാലാണ്, ഫുൾ ഫാറ്റിൻ്റെ മിൽക്കാണ്, വെള്ളമുണ്ട്. അതുപോലെ
മെയിൻ ഫുഡുണ്ട് അവന്. അതിലൊരു ഓംലേറ്റും വെഡ്ജസും ആണ് അവന് കിട്ടിയിരുന്നത്. ഇതുപോലെ ഞങ്ങളുടെ ഫുഡാണ് വന്നിരിക്കുന്നത്. നൈഫും ഫോർക്കൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല കേട്ടോ, സ്റ്റീലിൻ്റെ തന്നെയാണ് കിട്ടിയത്. എനിക്ക് കിട്ടിയ ഇവിടെ ഒരു കട്ട്ലേറ്റാണ്, അതുപോലെ ഓംലേറ്റിൻ്റെ അകത്ത് മഷ്റൂം വെച്ചതാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ മമ്മിക്ക് മൂത്ത മോനൊക്കെ ഓംലേറ്റിൻ്റെ അകത്ത് ചിക്കൻ ഫില്ല് ചെയ്തിട്ടാണ് കിട്ടിയത് കേട്ടോ. എനിക്ക് മഷ്റൂം വെച്ചതുകൊണ്ട് അത്രയും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എഗ് ഓംലേറ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ അകത്ത് ആ മഷ്റൂം കൊണ്ട് വരുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കഴിക്കേണ്ടവർക്ക് കഴിക്കാം, കുഴപ്പമില്ലായിരുന്നു. ഉപ്പുമാവും ഇതും ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കണ്ടില്ലേ, അത് ഞാൻ ഉപ്പുമാവാന്ന് വിചാരിച്ചിട്ട് ഉപ്പുമാവ് വേണ്ടാന്നാണ് പറഞ്ഞത്. പിന്നീടാണ് അറിയുന്നത് അത് ഉപ്പുമാവല്ലായിരുന്നു, ഭയങ്കര മധുരമുള്ള എന്തോ ഒരു ഐറ്റമായിരുന്നു. അതും കഴിക്കാൻ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. ഇതാണ്ട് ഈ സാധനം, ഇത് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ, ഉപ്പുമാവല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് തൈരാണ്. തൈരിൻ്റെ അകത്ത് ബ്ലൂബെറി ആണെന്ന് തോന്നുന്നു, ഏതൊരു ബെറീസ് അതിൻ്റെ അകത്ത് ജാം പോലെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മിക്സ് ചെയ്തിട്ട് നമുക്കത് കഴിക്കാം. ഫ്ലേവേർഡ് തൈര് കിട്ടുമല്ലോ, ആ സെയിം തന്നെയാണ്. പിന്നെ ഒരു ബന്നുണ്ടായിരുന്നു, പിന്നെ ജാം ഉണ്ടായിരുന്നു, ചീസ്, ബട്ടർ അതെല്ലാം ഉണ്ടായിരുന്നു. അത് നമുക്ക് പിന്നെ ഉണ്ട് റസ്ക് പോലെ അതുണ്ടായിരുന്നു. പിന്നെ ചായ, കാപ്പി, ജ്യൂസ് ഐറ്റംസ് എന്ത് വേണമെങ്കിലും നമുക്കത് മേടിക്കാവുന്നതാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ഇമിഗ്രേഷൻ്റെ ഭാഗത്തോട്ട് ഞങ്ങൾ പോവുകയാണ്. ദുബായ് എയർപോർട്ടിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി നമുക്ക് നടക്കാനുണ്ട്. ഞങ്ങൾ ടെർമിനൽ 3 വന്നത്. ഒത്തിരി നടക്കാനുണ്ട്. സാധാരണ ഞങ്ങൾ എപ്പോഴും ഷാർജ എയർപോർട്ടിൽ ഞങ്ങൾ വന്നിറങ്ങാറുള്ളൂ. കാരണം അത്രയും നടക്കണ്ടായല്ലോ, പെട്ടെന്ന് അങ്ങ് വീട്ടിലെത്താമല്ലോ. ഇത് ദുബായിലായതുകൊണ്ട് ഒത്തിരി നടക്കാനുണ്ട്. പക്ഷേ അധികം തിരക്കില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾക്ക് പുറത്തിറങ്ങാനൊക്കെ കഴിഞ്ഞു. മമ്മി ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിനായാലും ഒത്തിരി ആശ്വാസമായിരുന്നു. കാരണം പപ്പയുടെ മരണം എൻ്റെ ഹസ്ബൻഡിനെ വല്ലാതെ അത് ഒരു സങ്കടമുള്ള കാര്യം തന്നെയാണല്ലോ, മമ്മിക്കാണെങ്കിലും. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അവർക്കൊരു ആശ്വാസമാണ്. ഇത് ലഗേജ് വരുന്ന ഭാഗമാണ്. ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വരുന്ന ലഗേജുകളെടുത്ത് ഞങ്ങൾ ട്രോളിയിൽ വെക്കുന്നുണ്ട്. ഞങ്ങൾ ലഗേജുകളെല്ലാം എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഷാർജയിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ടാക്സിക്കാണ് പോകുന്നത്. ടാക്സി ഞങ്ങൾ ലഗേജെല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ ഷാർജയിലോട്ട് പോവുകയാണ്. ഷാർജയിലെ കാഴ്ചകളും പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും ഞങ്ങൾ ടയേർഡായി കേട്ടോ. യാത്രയെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മമ്മി നല്ലതായിട്ട് ടയേർഡായി. എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങളെപ്പോലെ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരെ പലപ്പോഴും ഫീസ് കാണിക്കാറില്ല. ഫീസൊക്കെ കാണിക്കാൻ ഭയങ്കര മടിയാണ് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറില്ല. ചില ആൾക്കാരൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, പക്ഷേ ചില ആൾക്കാർ ഷെയറൊന്നും ചെയ്യാറില്ല. കുക്കിംഗ് മാത്രം പറഞ്ഞ് അവർ അങ്ങനെ വീഡിയോ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എൻ്റെ കുറേ ഫ്രണ്ട്സുകളുണ്ട്. അവർക്ക് നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽസായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത്. ചുമ്മാ സംസാരിക്കുന്നതിനേക്കാളും നല്ലത് വീഡിയോ ആയിട്ട് ഇങ്ങനെ കാണിക്കുക ചെയ്യുമ്പം നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പം അതൊരു പ്രത്യേക സന്തോഷമല്ലേ. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നാട്ടിലെ ഭയങ്കര ചൂടിൽ നിന്ന് ദുബായിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒത്തിരി ആശ്വാസമായി കേട്ടോ. ഇവിടെ ചൂടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വിയർത്ത് നമ്മളിങ്ങനെ അളിയത്തില്ല, അങ്ങനൊരു അവസ്ഥയില്ല. നാട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോ ചൂടാണ്. വിയർത്ത് നമ്മളൊരു പരുവാകും. പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോൾ ചെറിയൊരു തണുത്ത കാറ്റും ഉണ്ട്. അതുകൊണ്ട് ആ ചൂട് അത്രയും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിക്കുന്നില്ല. മമ്മി ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ പഴയ കാലത്തെ വിഭവങ്ങളും മമ്മിയുടെ കുറച്ച് വിഭവങ്ങളും മമ്മി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഇനി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ആ വീഡിയോ ആയിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. ഇനി മുന്നോട്ട് പഴയതുപോലെ തന്നെ വീഡിയോസ് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി തിങ്കളാഴ്ച മുതലാണ് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സിൽ പോകേണ്ടത്. അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ വീഡിയോസൊക്കെ എടുക്കാനും അതുപോലെ വീഡിയോസൊക്കെ ഇടാനൊക്കെ ആഗ്രഹിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ്. മുന്നോട്ട് നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ.
ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ചക്ക ഞാനിവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഇതാണ് ഞാനിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ചക്കയുടെ ഒരു സ്ഥിതി. ഞാനിത് തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം. നല്ല വരിക്കച്ചക്കയായിരുന്നു കേട്ടോ. ഒത്തിരി അളിഞ്ഞു പോയ ചക്കയല്ല, നല്ല പഴുത്ത ആ ഒരു പരുവത്തിൽ തന്നെ ഇരുന്നത് കൊണ്ട് ഒട്ടും ഇതിന് വെള്ളം ഇറങ്ങിയില്ല. ചക്ക ഒത്തിരി പഴുത്തങ്ങ് അളിഞ്ഞു പോയ ചക്കയാണെങ്കിൽ നല്ലതായിട്ട് വെള്ളം ഇറങ്ങും കേട്ടോ, നിറച്ചും വെള്ളമായിരിക്കും, പിന്നെ അത് കൊള്ളത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ചക്ക നല്ലതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഐസ് പോയതിൻ്റെ ഒരു നനവ് ഉണ്ട് എന്നല്ലാതെ ചക്കയ്ക്ക് വേറെ ഒരു പ്രശ്നമില്ല. കണ്ടില്ലേ നിങ്ങൾ, ചക്ക കാണുമ്പോൾ അറിയാമല്ലോ, അത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ചക്ക എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ ചക്ക മേടിക്കാൻ കിട്ടും, ചെറിയൊരു പീസിന് തന്നെ നല്ല പൈസയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ അത്രയും മധുരവും കാണത്തില്ല. നാട്ടിൽ നിന്നൊക്കെ ഒരു 2 ചുള അവർക്ക് കിട്ടുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പലർക്കും ഇത് കൊടുക്കുക ഇടയായി, അതിന് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കണ്ടോ, ഐസൊക്കെ പോയിട്ട് നല്ലതായിട്ട് തന്നെയാണ് ചക്കപ്പഴം ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. കഴിക്കുന്നതിന് കുറച്ച് മണിക്കൂർ മുമ്പ് ഇത് പുറത്തെടുത്ത് വെക്കണം. അതുപോലെ ഞാൻ നെത്തോലി അവിടെ വീട്ടിലുണ്ടായിരുന്നു, അത് വറുത്തുകൊണ്ട് വന്നതാണ്. ഉച്ചയ്ക്ക് ചമ്മന്തിപ്പൊടിയും നെത്തോലി ഫ്രൈയും ഇച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ നല്ലതല്ലേ കഴിക്കാനായിട്ട്. ഞങ്ങൾ 9-9 ആയപ്പോൾ വീട്ടിലെത്തി. പിന്നെ ഞാൻ ചോറങ്ങ് റൈസ് കുക്കറിലിട്ടു. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇതൊക്കെ മതിയല്ലോ കേട്ടോ. നെത്തോലി ഫ്രൈ കൊണ്ടുവന്നിട്ട് നല്ലതായിട്ട് തന്നെ ഇരുന്ന് കേട്ടോ. അത് തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ നല്ലതായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ട് തോന്നിച്ചു കേട്ടോ. നല്ലതായിട്ട് തന്നെ നെത്തോലി ഫ്രൈ ഉണ്ട്. അതുപോലെ ഈ അച്ചാർ ഞാൻ ഇട്ടതാണ്. ഞാൻ എൻ്റെ ഷോർട്സ് വീഡിയോ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ മാങ്ങ അച്ചാറായിരുന്നു കേട്ടോ. ഇപ്പം മാങ്ങയുടെ സമയമാണല്ലോ, നമുക്ക് തന്നെ മാവുണ്ടെങ്കിൽ മാങ്ങ പറിച്ച് ഇതുപോലെ അച്ചാർ ഇട്ടെടുക്കാവുന്നതാണ്. നല്ല അടിപൊളി അച്ചാറാണ്. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് കഴിച്ച് ഇതിപ്പോൾ തീരാറായി കേട്ടോ. ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാമേ.